എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിന്റെ ഈ 50-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ പ്രസിക്യൂട്ടറായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മോഹനേട്ട. നമസ്തേ ഇന്ദു. പറഞ്ഞതുപോലെ ഇത് ഇന്നത്തെ 50-ാമത്തെ എപ്പിസോഡാണ്. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു നാഴികക്കല്ല് തന്നെയാണ്. കാരണം നമ്മളിത് എത്ര പോകുന്നോ, എത്ര എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റുന്നോ യാതൊരു നിശ്ചയവും ഇല്ലാതെയാണ് തുടങ്ങിയത് ഈ പരിപാടി. പക്ഷേ കേൾക്കുന്നവരിൽ നിന്നുള്ള പ്രോത്സാഹനം ഈ പരിപാടിയുടെ തുടർച്ചയായ അവതരണത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം ഈ പരിപാടി തുടർന്ന് കാണുന്ന പലരും മോഹനേട്ടന് അഭിപ്രായങ്ങൾ അറിയിക്കുകയും കമന്റുകൾ അറിയിക്കുകയും പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നത് ആ ഒരു സംഗതി കൂടി ഈ പരിപാടിയുടെ തുടർന്നുള്ള സംപ്രേഷണങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഈ യാത്ര തുടരാം. ഇന്നത്തെ എപ്പിസോഡിൽ പതിവ് പോലെ ആദ്യം ഒരു ചോദ്യോത്തരവേളയും പിന്നീട് ഓഫ്ലൈനായി സത്സംഗവും 9 മണി മുതൽ 9:15 വരെ സാറോലകിയ പ്രാർത്ഥനയുമാണുള്ളത്. ആദ്യം നമുക്കൊരു സെൻട്രിങ് ചെയ്തതിനു ശേഷം ചോദ്യോത്തരയിലേക്ക് കിടക്കും. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്ട് ചെയ്യാം. ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി നമുക്ക് സ്നേഹപൂർവം കണക്ട് ചെയ്യാം. പരസ്പരം കണക്ട് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. നന്ദി മോനിക്ക. ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ധ്യാനജ ചിത്തം അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് മൈൻഡ് അതിൻ്റെ വിവിധ വശങ്ങളാണ് മോനേട്ടൻ സംസാരിച്ചത് അല്ലേ? അപ്പോൾ ഈ ആഴ്ചയിലെ ചോദ്യം, ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് കൈവരിക്കുന്നതിനായി സാധകൻ നേരിടുന്ന അല്ലെങ്കിൽ ഒരു അഭ്യാസി നേരിടുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അവ മറികടക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? അത് ഹാർട്ട്ഫുൾനെസ്സിന്റെ പശ്ചാത്തലത്തിലും പതഞ്ജലിയുടെ യോഗസൂക്തങ്ങളുടെ പശ്ചാത്തലത്തിലും ഒന്ന് വിശദീകരിക്കണം. നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിലായി ചിത്തവൃത്തി നിരോധം, അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ബാബുജി മഹാരാജ് പറയാറുണ്ട്, യോഗ എന്ന് പറഞ്ഞാൽ ഹിയർ ആൻഡ് നൗ, ഇപ്പോൾ ഇവിടെ. അപ്പോൾ വർത്തമാനകാലത്തിൽ മനസ്സ് നിശ്ചലമാകുമ്പോൾ അതിൽ യാഥാർത്ഥ്യം പ്രതിഫലിക്കും. ഈ പ്രതിഫലനത്തിൽ മനസ്സ് സമാധിയിലാകുന്നു. ഈ സമാധിയാണ് നമ്മൾ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ധ്യാനജ ചിത്ത എന്ന് പറയും.
ഈ ധ്യാനജ ചിത്തം ഇതിനെ എന്തും നേടിയെടുക്കാനുള്ള കഴിവുണ്ട്. ഇത് മാസ്റ്റർ മൈൻഡാണ്. മാസ്റ്റർ സെല്ലുമായി കണക്ട് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് പറയുന്നത്, നമ്മൾ അടിമകളെ സൃഷ്ടിക്കുന്നില്ല, യജമാനന്മാരെ സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ മാസ്റ്റേഴ്സിനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ ആത്മാർത്ഥമായി ഈ സാധനാ പദ്ധതി പരിശീലിക്കുന്ന ഏതൊരാൾക്കും ഈ മാസ്റ്ററി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ മനസ്സിൻ്റെ യജമാനത്വം നേടിയെടുക്കാൻ കഴിയും. ഇനി പതഞ്ജലി മഹർഷി ഇതിനെ 4 ഘട്ടങ്ങളിലായിട്ട് പറയുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ആദ്യത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, അഥ യോഗ അനുശാസനം. യോഗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്നർത്ഥം. രണ്ടാമത്തെ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, യോഗം ചിത്തവൃത്തി നിരോധം. മൂന്നാമത്തെ ഘട്ടത്തിൽ ചിത്തവൃത്തി നിരോധം സംഭവിക്കുന്ന സമയത്ത് ദൃഷ്ടാവിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. അപ്പോൾ നമ്മളതിനെ യോഗ ദർശനം എന്ന് പറയും. നാലാമത്തെ ഘട്ടത്തിൽ മറ്റ് സന്ദർഭങ്ങളിൽ ദൃഷ്ടാവ് മറ്റ് ദൃശ്യങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്നു. അതിനെ വൃത്തി സാരൂപ്യം എന്ന് പറയും. അപ്പോൾ ഈ ധ്യാനജ ചിത്തം എന്ന് പറയുന്നത് ദൃഷ്ടാവിനെ ഒരു വശത്തും ദൃശ്യങ്ങളെ മറ്റൊരു വശത്തും വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നു. അതിനെ നമ്മൾ ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറയണം. വേദാന്തത്തിൻ്റെ കാതലായ ആശയമാണ് ഈ ദൃഗ്ദൃശ്യ വിവേകം എന്ന് പറയുന്നത്. അതായത് ദൃഷ്ടാവും ദൃശ്യവും തമ്മിലുള്ള വിവേചനം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന അവസ്ഥ. ഈശാവാസ്യം എന്ന് പറഞ്ഞിട്ട് ഉപനിഷത്തുണ്ട്. ഈശാവാസ്യം ഇതം സർവം എന്ന് പറഞ്ഞിട്ട് അതിലൊരു വരി തേന തെക്തേന ഭുഞ്ചീത എന്ന് പറഞ്ഞാൽ ത്യജിച്ചതിന് ശേഷം ഭുജിക്കുക എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ദൃഷ്ടാവും ദൃശ്യവും തമ്മിലുള്ള വിവേകം വളരെ വ്യക്തമായി നമ്മൾ ഉള്ളിൽ ഉറപ്പിച്ചതിന് ശേഷം വേണം പ്രായോഗിക ജീവിതത്തിൽ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കാൻ എന്നർത്ഥം. അതാണ് ത്യജിച്ചതിന് ശേഷം ഭുജിക്കുക എന്ന് പറഞ്ഞാൽ തേന തെക്തേന ഭുഞ്ചിത. അപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്നതിന് മുമ്പ് ഈ ദൃഗ്ദൃശ്യ വിവേകം നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കേണ്ടതാണെന്ന്. ഇനി ഇതിന് പ്രായോഗികമായിട്ട് ഒരു സാധകൻ നേരിടുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്, അതിനെന്താണ് പരിഹാരം, അത് ഹാർട്ട്ഫുൾനെസ് രീതിയിലും പതഞ്ജലി യോഗസൂത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇതാണ് ഇന്ദു ചോദിച്ച ചോദ്യം അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ കുറച്ച് നാൾ ധ്യാനം ചെയ്ത് നമ്മുടെ സംവേദനക്ഷമത അല്പം വർദ്ധിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്താണ് നമ്മുടെ ഈ മാർഗത്തിലുള്ള തടസ്സങ്ങളെന്ന്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ എല്ലാ പ്രശ്നങ്ങളും ആന്തരികമാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, ബാഹ്യമല്ല. അതായത് നമ്മുടെ ചിന്തകളും കർമ്മങ്ങളുമാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ആന്തരികമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെ നമ്മൾ അംഗീകരിക്കുക, സ്വീകരിക്കുക, അതാണ് ആദ്യത്തെ പടി. അപ്പോഴേ നമുക്ക് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിനെ സ്വീകരിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി. അതായത് ഈ പാതയിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാവും. അത് നമ്മൾ അംഗീകരിക്കണം, അതിന് പരിഹാരം കണ്ടെത്തണം. അപ്പോൾ അതാണ് അതിൻ്റെ ആദ്യത്തെ പടി. ഇനി
എന്തൊക്കെയാണ് ഈ പ്രതിസന്ധികൾ നമ്മൾ നോക്കാം. പതഞ്ജലി മഹർഷി അതിനെ പ്രധാനമായിട്ട് 9 പ്രതിസന്ധികളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അതിനെ നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. അതിനെന്താണ് പരിഹാരം നോക്കാം. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് ശരീരത്തിന്റെ വ്യാധികളാണ്. ശരീരത്തിന്റെ അസുഖങ്ങൾ. അപ്പോൾ ആരോഗ്യമുള്ള ഒരു ശരീരം നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ പരിണാമത്തിന്റെ പാതയിൽ മുന്നേറാൻ, അതായത് ജീവിത ലക്ഷ്യം നേടിയെടുക്കാൻ. അപ്പൊ ബോധപൂർവം ശരീരത്തിന്റെ ആരോഗ്യം, മിനിമം ആരോഗ്യം നമ്മൾ സംരക്ഷിക്കേണ്ടത്. ശരീരത്തിന്റെ ആരോഗ്യത്തിന് എന്താ വേണ്ടത്? സമീകൃതമായിട്ടുള്ള ആഹാരമാണ്, നമുക്കറിയാം. അപ്പോൾ സമീകൃതമായ ആഹാരം, അതായത് മിതമായ ഒരു വെജിറ്റേറിയൻ ഡയറ്റ്, അതും പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും അടങ്ങുന്ന വെജിറ്റേറിയൻ ഡയറ്റാണ്. അത് നമ്മൾ ധ്യാനാവസ്ഥയിൽ അല്ലെങ്കിൽ നിരന്തര സ്മരണയിൽ ഭുജിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവസ്ഥ. അതാണ് ആഹാരം. അത് നമ്മൾ ബോധപൂർവം നമ്മളെ ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ശരീരത്തിന് ആവശ്യമുള്ളത്, ശരീരം ചലനത്തിൽ നിലനിൽക്കുന്നു. ശരീരം അനങ്ങാണ്ട് വെച്ചാൽ ഉണ്ടാവുക, അത് ഘനീഭാവം ഉൾക്കൊള്ളുന്നത്. അപ്പൊ ചലനാത്മകതയിലാണ് ശരീരത്തിന്റെ നിലനിൽപ്പ്. അതുകൊണ്ട് നിയന്ത്രിതമായ ചലനങ്ങൾ ആവശ്യമുണ്ട്. അതിനെയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. പതഞ്ജലി മഹർഷി അതിന് ആസനം, പ്രാണായാമം അനുഷ്ഠിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയും. സാധാരണ ആധുനിക ജീവിതത്തിലാണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നടത്തം ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വ്യായാമമായി. ബോധപൂർവം നമ്മളത് ചെയ്യേണ്ടതുണ്ട്. അതാണ് രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം, ഈ ശരീരത്തിന്റെ വ്യാധികൾ നേരിടാൻ പിന്നെ വേണ്ടത് എന്താ? ഉറക്കം. ശരീരത്തിന് അനിവാര്യമായിട്ടുള്ള സംഗതിയാണ് ഉറക്കം. ഇന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളതാണ്. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ തലച്ചോറിന്റെ ലിംബിക് സിസ്റ്റം വർക്ക് ചെയ്ത് എല്ലാ മാലിന്യങ്ങളെയും പുറന്തള്ളുന്നു. ആ മാലിന്യങ്ങളെ നമ്മൾ പുറന്തള്ളിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? അത് ഘനീഭവിച്ച് മാനസികമായിട്ടുള്ള വ്യഥകളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതും പ്രകൃതിയുടെ സൈക്കിൾ അനുസരിച്ചായിരിക്കണം. പ്രകൃതിയുടെ സൈക്കിൾ എന്താണ്? സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉറങ്ങുക, സൂര്യൻ ഉദിക്കുമ്പോൾ എഴുന്നേൽക്കുക എന്നുള്ള രീതിയിലാണ് എല്ലാ ജീവജാലങ്ങളും. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ഉദാഹരണത്തിന് രാവിലെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ, സൂര്യരശ്മി നമ്മുടെ കണ്ണിൽ തട്ടിക്കഴിഞ്ഞാൽ സീറോട്ടോണിൻ എന്ന് പറയുന്ന എൻസൈം ശരീരത്തിൽ ഉണ്ടാവും. അത് നമ്മളെ ആക്റ്റീവ് ആക്കുന്ന ഹാപ്പി എൻസൈമാണ്. പകൽ മുഴുവൻ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ സീറോട്ടോണിൻ മെലോട്ടോണിൻ എന്നുള്ള വേറൊരു എൻസൈമായിട്ട് മാറും. അതാണ് നമ്മളെ ഉറക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഉറക്കവും ഉണരുന്ന അവസ്ഥയെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായ ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് അനിവാര്യമാണ്. ഇപ്പോൾ ശരീരത്തിൻ്റെ വ്യാധികളിൽ നിന്ന് മിനിമം ആരോഗ്യം സംരക്ഷിക്കണമെങ്കിൽ ആഹാരത്തിലും എക്സർസൈസിലും ഉറക്കത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പതഞ്ജലി മഹർഷി പറയുന്ന വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം ഇത് പറയുന്നത്. അതാണ് ഒന്നാമത്തെ പ്രതിസന്ധി. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് മനസ്സിൻ്റെ വ്യാധികളാണ്. മനസ്സിൻ്റെ വ്യാധികൾ എന്ന് പറഞ്ഞാൽ അതിന് പ്രധാന കാരണം എന്താ? ചിന്തകളുടെ അതിപ്രസരാണ്. ഇന്ന് സൈക്കോളജിസ്റ്റുകൾ പറയുന്നു, ഒരു ആളുടെ മനസ്സിൽ കൂടെ ഒരു ദിവസം 6000 മുതൽ 60,000 വരെ ചിന്തകൾ കടന്നു. അതിൽ 98% ചിന്തകളും ആവർത്തിച്ചു വരുന്നതാണ്, ഉപയോഗശൂന്യമാണ്. വളരെ കുറച്ച് ചിന്തകൾ മാത്രമേ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളൂ. ഈ 60,000 ചിന്തകളെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന് 3 പാറ്റേൺ നമുക്ക് കാണാൻ കഴിയും. ഒരു പാറ്റേൺ ഭൂതകാലത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ വേവലാതിപ്പെടുക, ഡിപ്രസ്ഡ് ആവുക. മറ്റൊരു പാറ്റേൺ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഉത്കണ്ഠ.
അപൂർവം ചിലപ്പോൾ വർത്തമാനകാലത്തിൽ മനസ്സുണ്ടാവും. അപ്പോ ഭൂതകാലം എന്ന് പറയുന്നത് എന്താണ്? ഒരു ചരിത്രമാണ്. ഭാവി എന്ന് പറയുന്നത് ഒരു നിഗൂഢതയാണ്. വർത്തമാനകാലമാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് വർത്തമാനകാലം ഈശ്വരന്റെ വരദാനമാണ്. നമ്മൾ പ്രസന്റ് എന്ന് പറയുന്നത് വർത്തമാനകാലം. അപ്പം മനസ്സ് വർത്തമാനകാലത്തിൽ നിർത്തുന്നതാണ് മാനസികമായിട്ടുള്ള മിക്കവാറും വ്യാധികൾക്ക് ഒരു വാക്സിനേഷൻ പോലെ പരിഹാരം. വ്യാധികൾ വന്നതിന് ശേഷമല്ല, വാക്സിനേഷൻ പോലെ മുമ്പേ. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി അല്ലെങ്കിൽ ബാബുജി മഹാരാജും ഒരേ അഭിപ്രായത്തിൽ യോഗ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എന്ന് പറയും. വർത്തമാനകാലത്തിൽ മനസ്സ് നിർത്തുക, അതിനാണ് ധ്യാനം. അപ്പോൾ ധ്യാനം എന്നത് മനസ്സിന് ഒരു വാക്സിനേഷൻ പോലെ നിലനിർത്തുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ പ്രതിസന്ധിയായിട്ട് അദ്ദേഹം പറയുന്നത്. മൂന്നാമത്തത് സംശയമാണ്. സംശയം തന്നെ അദ്ദേഹം 3 തരത്തിൽ പറയുന്നു. ഒന്ന്, എന്തൊക്കെയാ 3 തരം സംശയങ്ങൾ? ഒന്ന്, സെൽഫ് ഡൗട്ട്, നമ്മളെ തന്നെ നമുക്ക് സംശയം. മറ്റൊന്ന്, ഗുരുവിനെ സംശയിക്കുക. ഈ ആധ്യാത്മിക പാതയെ നമ്മൾ സംശയിക്കുക. അപ്പൊ അവനവനെ തന്നെ വിശ്വാസം ഇല്ലാണ്ടിരിക്കുക, ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ളൊരു ധാരണ. ചിലപ്പോൾ അത് വിനയമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും. അപ്പൊ വിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിൻ്റെ കഴിവുകൾ മനസ്സിലാക്കുകയും സ്വയം തരം താഴ്ത്താതിരിക്കുകയും, അതാണ് വിനയം എന്ന് പറഞ്ഞാൽ. പലപ്പോഴും നമ്മുടെ നിസ്സഹായാവസ്ഥ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആളാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. സ്വയം നമ്മൾ സംശയിക്കും. കാരണം എന്താ? മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ കുട്ടികളും മറ്റ് ജീവജാലങ്ങളിലെ കുട്ടികളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, മറ്റ് ജീവജാലങ്ങളുടെ കുട്ടികളെയൊക്കെ ജനിച്ച ഉടനെ അധികം വൈകാണ്ട് അവർ സ്വയം പ്രാപ്തരാകും, എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. മനുഷ്യക്കുഞ്ഞ് 3 വർഷം അതിനെ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് മരിച്ചു പോവുകയുള്ളൂ. അതായത് പരിപൂർണ ആശ്രിതത്വത്തിലാണ് മനുഷ്യൻ ജനിക്കുന്നത്. പക്ഷേ ആ പരിപൂർണ ആശ്രിതത്വത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് പ്രപഞ്ചനാഥനായിട്ടുള്ള മാസ്റ്റർമാരാവാനുള്ള സാധ്യത നമ്മൾ കാണുന്നു. കാരണം മാസ്റ്റർ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ജീവിത ലക്ഷ്യം അല്ലെങ്കിൽ മനുഷ്യന്റെ പരിപൂർണത നേടിയെടുക്കാനുള്ള നമ്മുടെ സാധ്യതയിൽ നമുക്ക് വിശ്വാസം. അങ്ങനെയാണ് നമ്മൾ സെൽഫ് ഡൗട്ടിനെ മറികടക്കുന്നത്. ഇനി ബാബുജി മഹാരാജ് പറയും, ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം വിടൂ. നിങ്ങളുണ്ടല്ലോ, നിങ്ങളുണ്ട്, നിങ്ങൾ യാഥാർത്ഥ്യമാണ്. അവിടുന്ന് തുടങ്ങാൻ പറയുന്ന ഏത് ഉദ്ദേശത്തിലാണ്? അവനവനിൽ ആത്മവിശ്വാസത്തിൽ തുടങ്ങാൻ പറയാണ്. മറ്റൊന്ന്, ഗുരുവിനെ സംശയിക്കുന്നു. നമ്മുടെ സാധനാ സമ്പ്രദായത്തിനെ സംശയിക്കും. അതിനെന്താ പരിഹാരം? ഗുരുവിനെ നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാം. എങ്ങനെയത്? ഹാർട്ട്ഫുൾനെസ് ഗുരുക്കന്മാരെന്ന് പറയുന്നുണ്ട് ഈ ഗുരുവിനെയും ഈ സമ്പ്രദായത്തിനെയും എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ, ഭൗതിക സാന്നിധ്യത്തിൽ നമുക്ക് മനസ്സിന് ശാന്തി അനുഭവപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കും. അദ്ദേഹം പറയുന്ന ഈ സാധനാ പദ്ധതി നമ്മൾ കുറച്ച് സമയം പരിശീലിക്കുമ്പോൾ നമുക്ക് ശാന്തി അനുഭവപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സാധനാ പദ്ധതിയും മാസ്റ്ററും യാഥാർത്ഥ്യമാണെന്നർത്ഥം, നമുക്ക് വിശ്വസിക്കാമെന്ന്. മറ്റൊന്ന്, ഈ സാധനാ പദ്ധതി സൗജന്യമായിരിക്കണം. കാരണം ഭാരതത്തിൻ്റെ ആധ്യാത്മിക പാരമ്പര്യം അനുസരിച്ച് ആത്മവിദ്യ പരിപൂർണ സൗജന്യമാണ്. ഇതിന് എന്തെങ്കിലും ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ വിട്ടുപോകുന്നതായിരിക്കും അഭികാമ്യം എന്നർത്ഥം. അപ്പം ഇത് ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സ് എന്ന ഈ രീതിയിലാണ് നമ്മൾ മാസ്റ്റേഴ്സിനെ ടെസ്റ്റ് ചെയ്ത് സ്വീകരിക്കേണ്ടത്. സാധനാ പദ്ധതിയെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ അംഗീകരിക്കേണ്ടത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് തുടങ്ങാനായിട്ട് വിശ്വാസം ആവശ്യമില്ല. നമ്മൾ തുടങ്ങണതിന് എങ്ങനെയാണ്? ഈശ്വര അങ്ങുണ്ടോ ഇല്ലയെന്ന് പോലും എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ അങ്ങയുടെ സാന്നിധ്യം അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കണ്ണടച്ചിരിക്കുകയാണ്.
അപ്പോൾ നമുക്ക് ശാന്തി അനുഭവപ്പെടുമ്പോഴാണ് ആ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അപ്പോൾ സാന്നിധ്യം അനുഭവമാകുമ്പോൾ നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യമില്ല, ബോധ്യമാവാണ്. അപ്പോൾ തുടക്കത്തിൽ വിശ്വാസം ആവശ്യമില്ല, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യം വരും. പക്ഷേ പിന്നീട് ആ വിശ്വാസത്തിന്റെ ചരടിൽ പിടിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. കാരണം സൂക്ഷ്മമായ മേഖലയിലേക്ക് കടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ നമുക്കൊരു ഗൈഡിന്റെ ആവശ്യമുണ്ട്. മല കയറുന്ന പോലെയാണത്. അപ്പോൾ തുടക്കത്തിൽ വിശ്വാസം വേണ്ട, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശ്വാസം വരും. പിന്നീട് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ ഗുരുവിനെ സംശയിക്കും, ഈ മാർഗത്തെ സംശയിക്കുകയും ചെയ്യുന്ന സമയത്ത് അതൊരു പ്രതിസന്ധിയായിട്ട് ഈ മാർഗത്തിൽ നിന്ന് നമ്മൾ പുറത്താവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു തടസ്സമാണെന്ന് പതഞ്ജലി മഹർഷി പറയുന്നു. ഇതാണ് 3 സംശയങ്ങൾ, അതിനുള്ള പരിഹാരം. ഇനി നാലാമതായിട്ട് അദ്ദേഹം പറയുന്ന പ്രമാദം ആണ്. പ്രമാദം വെച്ചാൽ തെറ്റ് എന്ന് പറഞ്ഞു. എന്തൊക്കെയാ തെറ്റുകൾ? ആക്ഷനും ഇനാക്ഷനും തെറ്റാണ്. ശരിയായ രീതിയിൽ കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. തെറ്റായ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനും പാടില്ല. ശരിയായ കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാതിരിക്കുന്നതിനാണ് ഇനാക്ഷൻ എന്ന് പറയുന്നത്. അതും നമ്മളിൽ സംസ്കാരങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ദാജി ആക്ഷനും ഇനാക്ഷനും ഒരുപോലെ നമ്മളിൽ സംസ്കാരങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇനാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി പരീക്ഷയ്ക്ക് പഠിക്കാതെ പരീക്ഷ എഴുതാൻ പോകുന്നു. അതായത് മുദ്രകൾ ഉണ്ടാക്കും, കാരണം അത് പ്രമാദമാണ്, തെറ്റാണ്. അതുപോലെ ഡോക്ടർ രോഗി വയ്യ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും രോഗി മരിച്ചു എനിക്ക്. ഡോക്ടറുള്ളത് മുദ്രകൾ ഉണ്ടാക്കും, കാരണം ഡോക്ടറുടെ ഇനാക്ഷനാണത്. അതുകൊണ്ടാണ് ശരിയായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യും വേണം. ശരിയായ കാര്യങ്ങൾ ചെയ്യാതിരുന്നാലും നമ്മൾ മുദ്രകൾ ഉണ്ടാവും. അതുപോലെ കാര്യങ്ങൾ നീട്ടിവെക്കുക. ഒന്നിനെ ഉത്തരവാദിത്തം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കാര്യങ്ങൾ നീട്ടിവെക്കുന്നത്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നേറലാണ്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് പരിഹാരത്തിന്റെ ചോയ്സസ് നമ്മൾ മുന്നിൽ വരുള്ളൂ. നേരെ മറിച്ച് നമ്മൾ അലസനായിട്ടിരിക്കുന്ന സമയത്ത് ഈ ചോയ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ദാജി റൈറ്റ് തിങ്കിങ്, കറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഓണസ്റ്റ് അപ്രോച്ച് ടു ലൈഫ്. ശരിയായ ചിന്ത, ശരിയായ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കുക, ജീവിതത്തിനോട് സത്യസന്ധമായ സമീപനം, ഇതാണ് പ്രമാദത്തിന് പരിഹാരം. അപ്പോൾ ശരിയായ ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് ഉദാത്തമായ ശരിയായ ചിന്ത. അതാണ് നമ്മൾ ധ്യാനത്തിൽ ആദ്യം പ്രയോഗിക്കുന്നത്. അങ്ങനെയാണ് എല്ലാ പ്രമാദങ്ങൾക്കും നമ്മൾ പരിഹാരം കണ്ടെത്തുന്നത്. അതാണ് നാലാമത്തെ പ്രതിസന്ധി, പ്രമാദം. പ്രമാദം വെച്ചാൽ തെറ്റ് എന്നുള്ള അർത്ഥത്തിൽ. അഞ്ചാമത്തത് ആലസ്യമാണ്. നമുക്കറിയാം എന്താണ് മടി, ആലസ്യം, നിദ്ര, വിസ്മൃതി, ഇതൊക്കെ തമോ ഗുണത്തിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ മടിക്ക് എന്താണ് പരിഹാരം? ഹാർട്ട്ഫുൾനെസ്സിന് വളരെ എളുപ്പമാണ്. കുറച്ചു നേരം ക്ലീൻ ചെയ്താൽ മതി, അത് പൊക്കോളൂ. മടി തോന്നി, നമുക്കറിയാം ഇത് മടി കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് നിമിഷങ്ങളിലെ ക്ലീനിങ്ങാണ് വേണ്ടത്. നമ്മളതിന്ന് പുറത്ത് കടന്ന് ആക്റ്റീവ് ആവാം. അപ്പോൾ ആലസ്യം, തമോ ഗുണം ഒഴിവാക്കാൻ പറയാം. ആലസ്യം, നിദ്ര, വിസ്മൃതി എന്ന് പറയും. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആറാമത്തെ സ്റ്റെപ്പിനെ അവിരതി എന്ന് പറയും. അവിരതി എന്ന് പറഞ്ഞാൽ ആർത്തി, അത്യാഗ്രഹം എന്നർത്ഥം. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഉപരതി. ഉപരതി എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കുള്ള ആകർഷണം അല്ലെങ്കിൽ നിരന്തര സ്മരണ എന്നർത്ഥം. അപ്പോൾ അവിരതി, ഉപരതി. അപ്പോൾ ആഗ്രഹങ്ങൾ, അത്യാഗ്രഹം, ഇതിനെയാണ് അവിരതി എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? എവിടുന്നാണ് ഈ ഇഷ്ടാനിഷ്ടങ്ങൾ വരുന്നത്? ഇഷ്ടാനിഷ്ടങ്ങളാണ് എല്ലാത്തിൻ്റെയും
തുടക്കമെന്ന് ഹാർട്ട്ഫുൾനെസ് പറയുന്നുണ്ടല്ലോ, നമ്മുടെ പ്രാർത്ഥനയിൽ പറയും ആഗ്രഹങ്ങൾ, ഇഷ്ടാനിഷ്ടം. ഭൂതകാലത്തിൽ നമ്മുടെ മനസ്സ് ശീലവിധേയമാക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് ആ ശീലവിധേയമായിട്ടുള്ള മനസ്സ് പുതിയൊരു സാഹചര്യം നേരിടുമ്പോൾ അത് പതറും, ഭയം വരും. ഭയം വരുമ്പോൾ എന്ത് വേണം? അതിനെ എന്തെങ്കിലും പിടിച്ചു നിൽക്കണം, എന്തിനെങ്കിലും തിരസ്കരിക്കണം. ഇതാണ് ഇഷ്ടാനിഷ്ടങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. ഇഷ്ടാനിഷ്ടങ്ങൾ വന്നാൽ നമുക്കറിയാം, പിന്നെ ആ ശൃംഖല തുടരേ. ഹാർട്ട്ഫുൾനെസ് തുടങ്ങുന്നത് ഇഷ്ടാനിഷ്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ സി എന്നുള്ള പോയിന്റ് അസ്വസ്ഥമാവും. ആ ഇഷ്ടാനിഷ്ടങ്ങൾ വസ്തുക്കളോടാണെങ്കിൽ എ എന്നുള്ള പോയിന്റിലും, വ്യക്തികളോടാണെങ്കിൽ ബി എന്നുള്ള പോയിന്റിലും അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ എ ബി സി എന്നുള്ള പോയിന്റുകൾ അസ്വസ്ഥമായി. അപ്പോൾ നമ്മുടെ കർമ്മ മേഖലയിൽ നമുക്ക് ധാർമ്മികത പുലർത്താൻ സാധ്യമല്ല. അപ്പോൾ നമുക്ക് കുറ്റബോധം വരും. അങ്ങനെയാണ് ഡി എന്നുള്ള പോയിന്റ് അസ്വസ്ഥമാണ്. അപ്പോൾ മൊത്തത്തിൽ ഇഷ്ടാനിഷ്ടങ്ങൾ തുടങ്ങി വെച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ആദ്യത്തെ ചക്രം മുഴുവൻ അസ്വസ്ഥമാകും. നമുക്ക് അസംതൃപ്തി അനുഭവപ്പെടും. ഇതിനെയാണ് അവിരതി എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു ഉപരതി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് റിമെമ്പറൻസ്, അല്ലെങ്കിൽ ഒന്ന് ആന്തരികമായ ആകർഷണം, മറ്റേത് ബാഹ്യമായ ആകർഷണമാണ്. ഉപരതി എന്ന് പറഞ്ഞാൽ ആന്തരികമായ ആകർഷണം, അവിരതി എന്ന് പറഞ്ഞാൽ ബാഹ്യമായത്. എന്താ പരിഹാരം? സി എന്നുള്ള പോയിന്റിനെ നമുക്ക് സംരക്ഷിക്കണം, നിരന്തര സ്മരണം. എ ബി പ്രാക്ടീസസ്. എ പോയിന്റിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ധ്യാനം, ബി പോയിന്റിൽ രാവിലെ മെഡിറ്റേഷന് മുമ്പ് ശുദ്ധീകരണം. ഇതാണ് അവിരതിക്ക് പരിഹാരമായത്. അപ്പോൾ 6 ആയില്ലേ. 7ാമത്തെ ഭ്രാന്തി ദർശനം എന്ന് പറയും. ഭ്രാന്തി ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതായത് കലങ്ങിയ ബോധത്തിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് യാഥാർത്ഥ്യത്തിനെ വികലമായിട്ട് കാണപ്പെടും. ബാബുജി മഹാരാജ് എന്ന് പറയാ, ഗോഡ് വിൽ അപ്പിയർ എസ് ഗോസ്റ്റ് എന്ന്. ഈശ്വരനെ പിശാചായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ഒരു ശാന്തമായ തടാകത്തിൽ, ശുദ്ധമായ തടാകത്തിൽ അതിൻ്റെ കരയിലുള്ള വൃക്ഷങ്ങളും കെട്ടിടങ്ങളും പ്രതിഫലിക്കും. അപ്പോൾ ഇതിൻ്റെ പരിശുദ്ധിയും നിശ്ചലതയും കൊണ്ട് പ്രതിഫലനവും യാഥാർത്ഥ്യവും നമുക്ക് തിരിച്ചറിയാൻ സാധ്യമല്ല. അതായത് യാഥാർത്ഥ്യം അതിൽ പ്രതിഫലിക്കും, നിശ്ചലമായ ശുദ്ധമായ മനസ്സ്. ഇനി വെള്ളം കലങ്ങിയാലോ? ഈ പ്രതിഫലനം വികലമായി പോകും. ആ വികലമായ പ്രതിഫലനത്തിനെയാണ് നമ്മൾ ഭ്രാന്തി ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ധ്യാനജ ചിത്തമാണ് അതിന് പരിഹാരമായിട്ട് വരുന്നത്. ഭ്രാന്തി ദർശനം, അതായത് ദൃഷ്ടാവ് മറ്റു ദൃശ്യങ്ങളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന അവസ്ഥയാണ് ഭ്രാന്തി ദർശനം. അപ്പോൾ എത്ര? 7ാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞു. 8ാമത്തെ അനവസ്ഥി തത്വം എന്ന് പറയും. അനവസ്ഥി തത്വം എന്ന് പറഞ്ഞാൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ അറിയാം നമ്മൾക്ക്, സ്പിരിച്വൽ കണ്ടീഷൻ. അവസ്ഥ, അനവസ്ഥ, അവസ്ഥ ഇല്ലാത്ത രീതി. അനവസ്ഥി തത്വം എന്ന് പറഞ്ഞാൽ ആത്മീയ നില പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ. അതാണ് അനവസ്ഥി തത്വം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം, ദാജി പറയാറില്ലേ, മനുഷ്യനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് 5 മിനിറ്റിൽ കൂടുതൽ ആ അവസ്ഥ നിലനിർത്താൻ മനുഷ്യന് സാധ്യമല്ല. നേരെ മറിച്ച് വൃക്ഷങ്ങളിലേക്ക് സംപ്രേഷണം ചെയ്താൽ അതിൻ്റെ ജീവിതകാലം മുഴുവൻ നിലനിർത്തും. അതിൻ്റെ ജീവിതകാലം കഴിഞ്ഞാൽ അത് ഭൂമിയിൽ അലിഞ്ഞു ചേരും ആത്മീയ നില. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ തപസ് ചെയ്യാൻ ഋഷിമാരൊക്കെ കാട്ടിലേക്ക് പോയിരുന്നത്. കാരണം അവരവിടെ ഇരുന്ന് തപസ് ചെയ്യുമ്പോൾ ചുറ്റുള്ള മരങ്ങളും ഈ ആത്മീയ നില അബ്സോർബ് ചെയ്യും. അപ്പം അതിന് ശേഷം വരുന്ന മഹർഷിമാർ തപസ് ചെയ്യുമ്പോഴും ഈ മരങ്ങളുടെ സാന്നിധ്യം അവരുടെ ആത്മീയ നില പിടിച്ചു നിർത്താൻ അവരെ സഹായിക്കും. അപ്പം ആത്മീയ നില പിടിച്ചു നിർത്താൻ ഏറ്റവും നല്ലത് എന്താ? നമ്മുടെ വീടിന് ചുറ്റും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. ഫോറസ്റ്റ് ബൈ ഹാർട്ട്ഫുൾനെസ് ആണ് അതിന് സൊല്യൂഷൻ. എന്തിന്? അനവസ്ഥി തത്വത്തിന്. ദാജിന് മറ്റൊരു എളുപ്പവഴി പറയുന്നുണ്ട്. എന്താ? ഓരോ പ്രാവശ്യം ധ്യാനം കഴിഞ്ഞാലും AEIOU. ആ ധ്യാനാവസ്ഥയെക്കുറിച്ച് നമ്മൾ കുറച്ചു നേരം ചിന്തിക്കുക. ആ ധ്യാനാവസ്ഥ നമ്മുടെ
എല്ലാ കോശങ്ങളിലും വ്യാപിക്കുന്നു, നമ്മുടെ സൂക്ഷ്മ ശരീരങ്ങളിലും വ്യാപിക്കുന്നു എന്ന ചിന്തയിൽ അല്പനേരം കൂടി ധ്യാനിക്കുക. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ചരാചരങ്ങളും ദിവ്യസ്മരണയിലാണ് എന്ന ചിന്ത. ഇതാണ് ആത്മീയ നില പിടിച്ചു നിർത്താൻ ദാജി സജസ്റ്റ് ചെയ്യുന്ന AEIOU. അതാണ് അനവസ്ഥി തത്വം എന്ന് പറയുന്ന തടസ്സം. 8ാമത്തെ. 9ാമത്തെ അവസാനത്തെ എന്താ വെച്ചാൽ ഈ മാർഗത്തിലെ പരാജയഭീതി കൊണ്ട് നമ്മൾ പരിശ്രമം നടത്തില്ല. അപ്പോൾ പരാജയഭീതിക്ക് എന്താണ് പരിഹാരം? ബാബുജി മഹാരാജ് പറയുന്നതിന് പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ പ്രശ്നങ്ങൾക്ക് പകരം നമ്മൾ വെല്ലുവിളിയായിട്ട് എടുക്കണം. ബാബുജി മനോഹരമായിട്ടൊരു ഉദാഹരണം പറയും. ഇപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുമ്പോൾ ഒരു പഴത്തൊലിയിൽ ചവിട്ടി നമ്മൾ വീണു നിൽക്കാം, കാലൊടിഞ്ഞ് കിടക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ സന്ദർശിക്കുമ്പോൾ ഇത് പഴത്തൊലി ചവിട്ടി വീണതാന്ന് പറയാൻ നമുക്ക് അല്പം ജാള്യത തോന്നും. നേരെ മറിച്ച് നമ്മൾ ട്രക്കിങ്ങിന് പോയി, മല കയറാൻ പോയി നിൽക്കുക, അവിടുന്ന് സ്ലിപ്പ് ചെയ്ത് താഴെ വീണു, അത് സാഹസമാണത്. അപ്പോൾ നമ്മൾ പറയാം ട്രക്കിങ്ങിന് പോയതാണ്, മല കയറാൻ പോയപ്പോൾ സ്ലിപ്പ് ചെയ്തതാന്ന് പറയും. അത് നമുക്ക് സാഹസമായതുകൊണ്ട് നമുക്കത് അഭിമാനമാണ്. അത് ബാബുജി മഹാരാജ് പറഞ്ഞു, പ്രശ്നങ്ങളെ നമ്മൾ വെല്ലുവിളിയായിട്ട് കാണുക. ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇതിനെ മറികടക്കേണ്ടതാണ് എനിക്കുള്ള വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ഇച്ഛാശക്തി ഉണർന്ന് പ്രവർത്തിക്കും അതിനെ മറികടക്കാൻ. അപ്പോൾ അവിടെ നമുക്ക് നിസ്സഹായാവസ്ഥയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെങ്കിലും നിസ്സഹായാവസ്ഥയിൽ ജനിക്കുന്ന, ആശ്രിതത്വത്തിൽ ജനിക്കുന്ന നമുക്ക് ജീവിതത്തിൻ്റെ പരിപൂർണത നേടിയെടുക്കാനുള്ള സാധ്യതയിൽ നമുക്ക് വിശ്വാസം വേണം. അതിന് ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മാസ്റ്റർ. അപ്പോൾ ഒരു നിലയ്ക്ക് പറഞ്ഞാൽ മാസ്റ്റർ നമ്മുടെ മുന്നിൽ ഒരു ഉദാഹരണമായിട്ട് മനുഷ്യരൂപത്തിൽ വരുന്നത് ഇതിനെല്ലാത്തിനും ഒരു പരിഹാരമാണ്. കാരണം ഇതിനെല്ലാത്തിനും ഒറ്റ പരിഹാരം നിരന്തര സ്മരണയാണ്, ഉപരതിയാണ്, അല്ലേ? അപ്പോൾ ലിവിങ് മാസ്റ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എംബോഡിമെൻ്റ് ആയിട്ട് വരും. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ എന്താണ് ദാജി പറയും, ഇതിന് എല്ലാത്തിനും കൂടി പരിഹാരം ചിയർഫുൾ ആക്സെപ്റ്റൻസ് ആണ്, സന്തോഷത്തോടു കൂടിയുള്ള സ്വീകാര്യത. അല്ലെങ്കിൽ അദ്ദേഹം പറയും ചോയ്സ്ലെസ് അവെയർനെസ്, അതായത് ചോയ്സ് എടുക്കാത്ത മനസ്സിൻ്റെ ബോധം, ചോയ്സ് എടുക്കാത്ത ബോധത്തിൻ്റെ അവസ്ഥ, ചോയ്സ്ലെസ് അവെയർനെസ്. അതിനെയാണ് ധ്യാനചിത്ത എന്ന് പറയുന്നത്. അവിടെയാണ് യോഗ ദർശനം എന്നൊക്കെ നമ്മൾ പറയും. അപ്പം എന്താണ് സംഭവിക്കുന്നതിൽ? നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ശുദ്ധമായ തടാകത്തിൽ, പരിശുദ്ധമായ നിശ്ചലമായ തടാകത്തിൽ ആകാശം പ്രതിഫലിക്കും, അല്ലേ? ആകാശത്തിൻ്റെ നിറമായിരിക്കും നമ്മൾ തടാകത്തിൽ നോക്കിയാൽ, അത് നിശ്ചലമായി നിൽക്കുമ്പോൾ. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ്. അത് മനസ്സിൻ്റെ അതിൻ്റെ സൂക്ഷ്മാംശം കൊണ്ടാണ് മനസ്സ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. അപ്പോൾ പരിശുദ്ധമായ വെള്ളം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ മനസ്സ്, നിശ്ചലമായ വെള്ളം എന്ന് പറഞ്ഞാൽ നിശ്ചലമായ മനസ്സ്. ആകാശം എന്ന് പറഞ്ഞാലോ പഞ്ചഭൂതങ്ങളിലെ ഒരു ഘടകമാണ് ആകാശം. ആത്മചക്ര, 2ാമത്തെ ചക്രത്തിൻ്റെ ആത്മാവിൻ്റെ പ്രതീകമാണ് ആകാശം, അല്ലേ? അപ്പോൾ ആകാശം അല്ലെങ്കിൽ ആത്മാവ് പരിശുദ്ധമായ നിശ്ചലമായ മനസ്സിൽ പ്രതിഫലിക്കും. അതിനെയാണ് യോഗദർശനം എന്ന് നമ്മൾ പറയുന്നത്. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനിട്ട. എനിക്ക് തോന്നി ഈ 9 സംഗതികളും വളരെ എടുത്തെടുത്ത് നമ്മൾ ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണ് എനിക്ക് തോന്നി. നമ്മൾക്ക് ഓരോന്നോരോന്ന് സ്വയം ഒന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം നമ്മൾ തന്നെ, നമ്മൾ ഈ രീതിയിൽ തന്നെയാണോ പുരോഗമിക്കുന്നതെന്നൊക്കെ. എന്തായാലും ഈ എപ്പിസോഡ് വളരെയധികം ഒരു അറിവ് നൽകുന്ന ഒരു സംഗതിയായി തോന്നി. കാരണം ഓരോന്നും നമുക്ക് വീണ്ടും വീണ്ടും കേട്ട് ഈ പടികളെല്ലാം നമ്മൾ ഒത്തുപോകുന്നുണ്ടോ എന്ന് നോക്കി നമുക്ക് പുരോഗമിക്കാം. നമ്മുടെ ധ്യാന പരിശീലനത്തിൽ എവിടെയാണ് തടസ്സമെന്ന് സ്വയം ഒന്ന് ഒത്തുനോക്കാവുന്ന ഒരു സംഗതിയായി തോന്നി.
വളരെയധികം നന്ദി. ഈ 50-ാമത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് പുതുതായി ആരെങ്കിലും ധ്യാനിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കായി ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാൻ. സ്വസ്ഥമായിരുന്ന കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുമെന്നും സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തകൾ വരികയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തുസൂക്ഷിക്കുമോ? അതിനുശേഷം 9 മണി മുതൽ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയുന്നു എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ 15 മിനിറ്റ് ധ്യാനിക്കുന്നു. അപ്പം നമുക്ക് 9 മണി വരെ ധ്യാനിക്കാം സത്സംഗം. അത് കഴിഞ്ഞ് സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.